ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവന് റിമാൻഡിൽ. 14 ദിവസത്തേക്ക് തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. കട്ടിളപ്പാളി കേസിൽ 13ാം പ്രതിയായ രാജീവർക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി SITയുടെ റിമാൻഡ് റിപ്പോർട്ട്. ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നുവെന്നും മറ്റു പ്രതികളോടൊപ്പം ചേർന്ന് ലാഭമുണ്ടാക്കിയെന്നും SIT ആരോപിക്കുന്നു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ 13-ന് കോടതി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമെന്ന് കണ്ടെത്തിയതോടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് SIT കടന്നത്. ചോദ്യം ചെയ്യലിന് തന്ത്രി കണ്ഠരര് രാജീവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് രാവിലെ 10 മുതൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തന്ത്രിയെ ചോദ്യം ചെയ്തത്. ഉച്ചതിരിഞ്ഞ് കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ 13ാം പ്രതിയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയ തന്ത്രിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നതിലും സ്വാധീനമുണ്ടാക്കിയതിലും തന്ത്രിക്ക് നിർണായക പങ്കെന്നാണ് SIT കണ്ടെത്തൽ. പ്രതികൾക്കൊപ്പം സാമ്പത്തിക ലാഭമുണ്ടാക്കി, ആചാരലംഘനം നടത്തുന്നതിന് തന്ത്രി കൂട്ടുനിന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ദേവസ്വം ഭരണവുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകളിൽ തന്ത്രിയെ പരാമർശിക്കുന്നില്ല. ഇതാണ് അന്വേഷണം തന്ത്രിയിലേക്ക് എത്താൻ വൈകിയതിന് കാരണമായത്. സ്വർണ്ണക്കൊള്ളയിലെ 11ാമത്തെ അറസ്റ്റാണിത്. പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആര്? തന്ത്രിയാണോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കൂടുതൽ അന്വേഷണത്തിൽ ഇക്കാര്യം പുറത്തുവരും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. അതേസമയം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്ത്രി തന്നോട് പറഞ്ഞെന്ന് അഭിഭാഷകൻ CD അനിൽ 24നോട്. ഇനി മല ചവിട്ടില്ല എന്ന് തന്ത്രി പറഞ്ഞു. തന്ത്രി തന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞെന്നും അഭിഭാഷകൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആ ക്ഷേത്രം തന്ത്രി കൂടിയായിരുന്ന കണ്ഠരര് രാജീവിന്റെ അറസ്റ്റും റിമാൻഡും അടക്കം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ CD അനിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇതിൽ റിമാൻഡ് റിപ്പോർട്ടിലടക്കം കൃത്യമായി പറയുന്നത് തന്ത്രി എന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മൗനാനുഭവത്തോട് കൂടിയിട്ട് കട്ടളപ്പള്ളികൾ അവിടുന്ന് കൊണ്ടുപോകാൻ ഇടയാക്കിയെന്നും അദ്ദേഹത്തിന് അവിടെ കട്ടളപ്പള്ളികൾ ഇല്ല എന്നുള്ള അറിവോട് കൂടിയിട്ട് അദ്ദേഹം അത് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ തന്ത്രിക്ക് ചാപ്റ്റർ 14 പ്രകാരം തന്ത്രി ഒരു ദേവസ്വത്തിന്റെ സബോർഡിനേറ്റ് എന്നാണ് പറയുന്നത്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിനെ. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ROC പ്രകാരം ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കട്ടളപ്പാളി അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് വിരുദ്ധമാകില്ല. തന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? തന്ത്രി ഇക്കാര്യങ്ങളിൽ തന്ത്രിക്ക് അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ ഞാൻ ചോദിക്കുന്നത് സാറിനോട് സ്വാഭാവികമായി ഇക്കാര്യത്തിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ പോലെ ആചാര്യസ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. സാർ പറഞ്ഞ പോലെ നിരവധി ക്ഷേത്രങ്ങളുടെ അടക്കം ചോദ്യം. അക്കാര്യത്തിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ കുറ്റം ചെയ്തിട്ടില്ലാതൊരു പഴിചാരുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരഞ്ഞിട്ടാണ് പോയത്. ഇതിനടുത്ത് പറഞ്ഞാൽ ഇനി മലക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ മാനസികാവസ്ഥ, അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. ഇവരുടെ സൂചിപ്പിച്ച പോലെ ഈ കേസിലെ പ്രതികൾക്ക് മറ്റാർക്കും തന്നെ അവരുടെ കേസിൽ പ്രതികൾക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന ഘടകങ്ങളില്ല. എന്നിട്ട് പോലും തന്ത്രിയിലേക്ക് എത്തണമെങ്കിൽ എവിടെയോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണോ? വരും കാലങ്ങളിൽ വരും ദിനങ്ങളിൽ അത് വെളി വരുമായിരിക്കാം. വരും ദിനങ്ങളിൽ അത് വെളിവരും. കോടതിയെ ബോധ്യപ്പെടുത്തും, സത്യം ബോധ്യപ്പെടുത്തും. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പറയാനുള്ളത് കോടതിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ആ കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകും മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാർ നടത്തിയ ദൈവതുല്യർ പരാമർശം തന്ത്രി കണ്ഠരര് രാജീവരെ സംശയനിഴലിലാക്കിയിരുന്നു. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ അനുവാദം നൽകി തന്ത്രി നൽകിയ കുറിപ്പിലും ദുരൂഹതകൾ ഉയർന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെങ്കിലും സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത് താനല്ല എന്നായിരുന്നു കണ്ഠരര് രാജീവർ നേരത്തെ മൊഴി നൽകിയത്. എൻ്റെ ഭരണകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റിലാകുന്നതിന് കൃത്യം 1 മാസം മുൻപ് A. പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഈ പ്രതികരണം വലിയ ചർച്ചയായി. ദൈവതുല്യർ ആരെന്ന ചോദ്യമുയർന്നു. തന്ത്രിയും സംശയനിഴലിൽ. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരെന്ന് താൻ എങ്ങനെ അറിയാനെന്നായിരുന്നു തന്ത്രിയുടെ പ്രതികരണം. തന്ത്രിയിൽ നിന്ന് SIT മൊഴിയെടുത്തപ്പോൾ പോറ്റിയെ അറിയാമെന്ന് തന്നെയായിരുന്നു തന്ത്രിയുടെ മറുപടി. പൂജാരിയുടെ സഹായി എന്ന നിലയിലും വഴിപാടുകൾ നടത്തുന്ന ഭക്തൻ എന്ന നിലയിലും പരിചയമുണ്ടെന്നായിരുന്നു മൊഴി. എന്നാൽ മറ്റു മൊഴികളുമായി വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ തന്ത്രിയുടെ കുറിപ്പും സംശയം ബാക്കിയാക്കി. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞെന്നായിരുന്നു കുറിപ്പ്. എന്നാൽ സ്വർണം പൊതിയുകയായിരുന്നുവെന്ന വസ്തുത കുറിപ്പിലുമുണ്ടായില്ലെന്ന്
SIT അന്നേ വിലയിരുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവരുടെയും ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികളുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിനൊടുവിലാണ് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമില്ലെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രതികരണം. ഡെഫിനറ്റ് ആയിട്ട് SIT യാതൊരു റിസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. SIT ഈസ് ഫംഗ്ഷനിങ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള. വിശ്വാസികൾ ക്ഷേത്രപ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയനായി കരുതുന്നയാളാണ് തന്ത്രി. തന്ത്രിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉന്നതർ കുരുങ്ങുമോ എന്നാണ് ചോദ്യം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി അറസ്റ്റിലായതോടെ കേരളം ഞെട്ടിയ സംഭവത്തിൽ വൻ വഴിത്തിരിവാണുണ്ടായത്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങളടങ്ങുന്ന കട്ടിളപ്പാളികളിലെയും ശ്രീകോവിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 15 പ്രതികളാണുള്ളത്. കട്ടിളപ്പാളയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 12 പ്രതികളുണ്ട്. 2025 ഒക്ടോബർ 17 അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും സ്വാധീനമുണ്ടാക്കി കൊടുത്തതും തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2018 മുതൽ ഇരുവരും തമ്മിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സ്വർണ്ണപ്പാളി കട്ടിളപ്പാളി കേസിൽ 2ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബുവിനെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഒക്ടോബർ 23 അറസ്റ്റ് ചെയ്തു. കേസിൽ അറസ്റ്റിലാകുന്ന 2ാമത്തെയാളും ആദ്യ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുമാണ് മുരാരി ബാബു. സ്വർണ്ണപ്പാളി കേസിൽ 3ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിനെ നവംബർ 2 SIT അറസ്റ്റ് ചെയ്തു. ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം അപഹരിച്ച 2 കേസുകളിലും പ്രതിയാണ് അടൂർ സ്വദേശിയായ D. സുധീഷ് കുമാർ. സ്വർണ്ണപ്പാളി കേസിൽ 7ാം പ്രതിയും കട്ടിളപ്പാളി കേസിൽ 4ാം പ്രതിയുമായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ നവംബർ 6 അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറുമായ N. വാസുവിനെ നവംബർ 11 അറസ്റ്റ് ചെയ്തത് കേസിൽ ഏറെ നിർണായകമായി. കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കിയ കേസിലെ 3ാം പ്രതിയാണ് N. വാസു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ബാക്കി സ്വർണമുണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. കേസിൽ ഏറെ നിർണായകമായത് നവംബർ 20 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ അറസ്റ്റാണ്. കട്ടിളപ്പാളി കേസിൽ 8ാം പ്രതിയാണ് പത്മകുമാർ. ദ്വാരപാലക ശില്പപ്പാളി കേസിൽ 11ാം പ്രതിയാക്കി ഡിസംബർ 2 പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന S. ശ്രീകുമാറിനെ ഡിസംബർ 17 അറസ്റ്റ് ചെയ്തു. ഡിസംബർ 19 സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ഡിസംബർ 29 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിന്റെ അറസ്റ്റിന് ശേഷമാണ് ജനുവരി 9 തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റുണ്ടാകുന്നത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിനടക്കം തന്ത്രി നൽകിയ അനുമതികൾ ദുരൂഹമാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ സാനിറ്ററി പാഡ് ഉയർത്തി വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. ആർത്തവത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 6 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ അധ്യാപകനെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കാമെന്ന് കോളേജ് അധികൃതർ ഉറപ്പു നൽകി. NSS ക്യാമ്പിന്റെ ഇടയിൽ സാർ 2 പ്രസ്താവനകളാണ് ഇറക്കിയത്. പീരിയഡ്സ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം, പാവാട വന്ന് പൊന്നിച്ച് നോക്കാൻ പറ്റില്ല എന്നും, അതുപോലെ നിങ്ങൾ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻറ്റും അല്ലെങ്കിൽ നിങ്ങൾ പോയി ചത്തോളൂ എന്നും. ചത്തോളൂ എന്നുള്ള ടേം ഒക്കെ ഒരു പബ്ലിക്കിന് മുമ്പിൽ ആരെങ്കിലും യൂസ് ചെയ്യും? പട്ട സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന NSS ക്യാമ്പിനിടെ വിദ്യാർത്ഥിനികളെ ആർത്തവത്തിന്റെ പേരിൽ അധ്യാപകൻ അധിക്ഷേപിച്ചു. 14 വിദ്യാർത്ഥിനികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പരാതിയിൽ തുടർ നടപടി എടുക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. നേരിയ സംഘർഷത്തിലേക്കും പ്രതിഷേധം വഴിമാറി. അധ്യാപകന്റെ പരാമർശത്തെ ന്യായീകരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കറിയയും രംഗത്തെത്തി. ഭാഷാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇതിനു മുമ്പ് ഈ ഭാഷാ പ്രശ്നം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് ഈ തമിഴ് കലർന്ന മലയാളം പറയുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ക്യാമ്പ് നടത്തുന്നതിന് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ആ ലക്ഷ്യങ്ങളിൽ എല്ലാവരും ഒരേപോലെ സഹകരിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പോൾ അത് സഹകരിക്കാതിരുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. പ്രതിഷേധം കടുത്തതോടെ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ രമേശിനെ മാറ്റി നിർത്താമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി. ബുധനാഴ്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി തീരുമാനിക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്,
അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിവരെ 77,000-ലധികം പേർ ദർശനം നടത്തി. പമ്പയിലും നിലയ്ക്കലും പോലീസിന്റെ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. മകരവിളക്ക് പ്രമാണിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തരെ നിയന്ത്രിച്ചു മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. ദർശനം നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ മല ഇറങ്ങണം എന്നാണ് പോലീസിന്റെ നിർദ്ദേശം. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ മാസം 12-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടും. ഘോഷയാത്ര 14-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. 14-നാണ് മകരവിളക്ക്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.